ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു വി എൻ ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ് കൊളസ്ട്രോൾ എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് നമുക്ക് കൊളസ്ട്രോളിൻ്റെ നോർമൽ വാല്യൂ, അതായത് നമ്മുടെ ബ്ലഡിൽ എത്ര കൊളസ്ട്രോൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലാണ് ചെയ്യുക. ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുന്നത് നമ്മളൊരു 9 മണിക്കൂർ തൊട്ട് ഒരു 10-11 മണിക്കൂർ വരെ ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അതായത് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം കുടിക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമ്മൾ അങ്ങനെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുക ഫസ്റ്റ് ഉണ്ടാവുക എന്താണ്, ടോട്ടൽ കൊളസ്ട്രോൾ. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണെന്നാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് വെച്ചാൽ 200 തൊട്ട് 240 mg/dl ആണ് ടോട്ടൽ കൊളസ്ട്രോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതായത് 200 റേഞ്ചിൽ എപ്പോഴും അത് ആ ലെവൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 240-ന് മുകളിൽ പോയാൽ എന്താണ്, നമ്മൾ മരുന്നെടുത്ത്, അതായത് മരുന്ന് കുടിച്ചിട്ട് കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ 200 to 240 ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ നോർമൽ റേഞ്ച്. ഓക്കെ, അടുത്തത് അതിനകത്ത് ഉണ്ടാവുക LDL. അതുപോലെയാണ് LDL, VLDL, ട്രൈഗ്ലിസറൈഡ്. ഇത് മൂന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മോശം കൊളസ്ട്രോൾ ആണ്. അപ്പോൾ LDLൻ്റെ റേഞ്ച് എത്രയാണ്, 130 to 150, അതായത് 130 തൊട്ട് 150 റേഞ്ചിലാണ് LDL ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതായത് ഒരു 130-140 ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യുക. 150-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ LDL അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളത് മരുന്ന് കഴിച്ചിട്ട് കുറച്ച് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അടുത്താണ് VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതും മോശം കൊളസ്ട്രോൾ ആണ്. ഇതിൻ്റെ അളവ് 25 തൊട്ട് 40 mg/dl, ഈ ഒരു റേഞ്ച് 25 to 40. അപ്പോൾ 40-ൻ്റെ മുകളിലേക്ക് പോയാൽ മരുന്ന് നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരും. നമ്മളെപ്പോഴും ഈ ഒരു 25-40 ആ ഒരു റേഞ്ചിനുള്ളിൽ എപ്പോഴും ഈ VLDLൻ്റെ അളവ് കൊണ്ടുപോവുക. അടുത്താണ് ട്രൈഗ്ലിസറൈഡ്. ഇത് മോശം കൊളസ്ട്രോളിൽ വരുന്നതാണ്. ഇത് 150 വരുന്നത്. 150-ൻ്റെ മുകളിലേക്ക് പോയാൽ നമ്മൾ മരുന്നെടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും അതൊരു 150-നുള്ളിൽ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ക്രമീകരിച്ച് കൊണ്ടുപോവുക. ഇപ്പോൾ 190, അത് 200 ആ റേഞ്ചൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മരുന്നെടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തതാണ് HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഞാൻ പറഞ്ഞിരുന്നു ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്താണ്, നല്ല കൊളസ്ട്രോൾ ആണ്. നമുക്ക് ഹാർട്ട് ഡിസീസ് ഒന്നും വരാതെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് HDL. അപ്പോൾ അതിൻ്റെ അളവാണ് 60 mg/dl ആൻഡ് എബോ, അതായത് 60-ന് മുകളിലോ എപ്പോഴും ഈ ഒരു HDLൻ്റെ ലെവൽ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇത്രയും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊളസ്ട്രോളിൻ്റെ ലെവലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ബോർഡേഴ്സിൻ്റെ മുകളിലേക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മരുന്ന് കഴിക്കേണ്ടതാണ്. ഓക്കെ, HDL എന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് നല്ല കൊളസ്ട്രോൾ. അത് ഞാൻ പറയാം, ചില ഭക്ഷണങ്ങളിൽ ഈ HDL ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഭക്ഷണമാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം.